ഹേ ഗായ്സ്, നോയ്സ് വ്ലോഗിന്റെ മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഞങ്ങളാണെങ്കിൽ ഇന്ന് ഞങ്ങളുടെ ബാച്ചിലുള്ള എല്ലാവരും കൂടി ഹൈദരാബാദ് പോവാണ്. ഹൈദരാബാദ് ഞങ്ങൾ എന്തിനാണ് പോകുന്നത്? പോസ്റ്റിങ്ങിന് വേണ്ടി പോവാണ്. ഞങ്ങൾ 6 മാസത്തെ പീഡിയാട്രിക് പോസ്റ്റിങ്. അത് ഞങ്ങൾ പിള്ളേരെ നോക്കാൻ വേണ്ടി പോവാണ് ഗൈസ്, 6 മാസത്തേക്ക്. ഇന്നലെയാണ് കോളേജിൽ നിന്ന് പറഞ്ഞത് ഇന്ന് ഹൈദരാബാദ് പോകണം. ഇതാകുമ്പോൾ ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇന്നലെയൊക്കെ നാട്ടിലായിരുന്നു. പെട്ടെന്ന് പിന്നെ നീ ട്രെയിനൊക്കെ കയറി പെട്ടെന്ന് ഞാൻ ഇവിടെ നാട്ടിൽ വന്നതാണ്. ബാംഗ്ലൂർ വന്നതാണ്. അപ്പം നാട്ടിൽ പോകാൻ ചെറിയൊരു കാര്യമുണ്ട്. അതെന്താണ് നിങ്ങൾ കാണാൻ നിങ്ങൾ ഒരു ചെറിയൊരു വീഡിയോ കണ്ടുവരിക. അപ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് ഈ ഡ്രസ്സൊക്കെ മാറി റെഡി ആവണം. കാരണം 4 മണി 5 മണി ആകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇവിടുന്ന് ബസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. സോ റെഡി ആവണം. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് റെഡി ആയിട്ട് വരാം. അപ്പോഴത്തേക്ക് ഞാൻ എന്തിനാണ് നാട്ടിൽ പോയതെന്ന് നിങ്ങൾ കണ്ടിട്ട് വരിക. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വരൂ. ബൈ. ഹേ ഗായ്സ്, അങ്ങനെ നമ്മളാണെങ്കിൽ കുറേ നാൾക്ക് ശേഷം കാത്തിരുന്നിട്ട് അവസാനം കയ്യിൽ ഒരു സാധനം എത്തിയിരിക്കുകയാണ്. അതേ ഗൈസ്, അങ്ങനെ നമുക്കന്ന് അവസാനം iPhone 15 Pro കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഐഫോണിനോട് എനിക്ക് വലിയ ക്രേസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ വ്ലോഗ് തുടങ്ങുന്നിടം വരെ. പക്ഷേ വ്ലോഗ് തുടങ്ങി കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്കാണെങ്കിൽ ഒരു 15 അല്ലെങ്കിൽ ഒരു ഐഫോൺ ഏതായാലും വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. വീഡിയോ ഒക്കെ എടുക്കുവാണെങ്കിലും മറ്റ് ഫോണിലൊക്കെ ഞാൻ ഇത്രയും നാൾ എടുത്തോണ്ടിരുന്നേ. ബട്ട് ഇനിയും തൊട്ട് നമ്മുടെ ഫോൺ ഇനി നമ്മുടെ ഐഫോണിലാണെങ്കിൽ ഇനി നമ്മൾ വ്ലോഗ് എടുക്കുന്നതായിരിക്കും. ഇത് ഓൾറെഡി അൺബോക്സിങ് കഴിഞ്ഞാണ് ഗൈസ്. ഇതിൻ്റെ ഒരു 5-6 വട്ടം ഇത് തുറക്കുകയോ അടയ്ക്കുകയൊക്കെ ചെയ്തതാണ് ഞാൻ വരുന്നതിന് മുമ്പ്. ചേട്ടനും മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ അത് തുറക്കുകയോ അടയ്ക്കുകയോ എല്ലാം ചെയ്തിട്ടാണ്. പക്ഷേ ഞാൻ ആണെങ്കിൽ ഒരു ചെറിയൊരു അൺബോക്സിംഗ് ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ അൺബോക്സിങ്ങിന് കുറച്ച് ഒറിജിനാലിറ്റി കൊണ്ടുവരാനായിട്ട് ഞാൻ ആണെങ്കിൽ ഇവിടെ ഒരു ടേപ്പൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ടേപ്പൊന്നും ഇല്ല, ഞാൻ ജസ്റ്റ് ഒരു വെള്ള ടേപ്പൊക്കെ ഒട്ടിച്ച്, കാരണം മുറിക്കുമ്പോൾ ആണെങ്കിൽ ഒരു ഇത് വേണ്ട. അതിന് ഞാൻ തന്നെ ഇപ്പോൾ ഒട്ടിച്ച് കാണുന്നുണ്ട് ഈ ടേപ്പൊക്കെ. പിന്നെ അപ്പോൾ നമുക്കാണെങ്കിൽ ചുമ്മാ സമയം കളയാതെ നമുക്ക് നേരെ ആണെങ്കിൽ സാധനം തുറക്കാം. ഇത് നമുക്ക് തുറക്കാം ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ ഫോണിൻ്റെ അകത്ത് പെട്ടിക്കകത്ത് എല്ലാവർക്കും അറിയാവുന്ന പോലെ എന്തോ കേബിൾ അല്ല, ചാർജിങ് കേബിളുണ്ട്. പിന്നെ ഐഫോണുണ്ട്. ഈ 2 ഉള്ളൂ എന്ന് തോന്നുന്നില്ല, അത് വേറെ ഒന്നും ഇതിനകത്തില്ല. ഈ കേബിളും ഫോണും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ കൈ കൊണ്ട് ഈ സാധനം തൊടുന്നത് തന്നെ. അപ്പോൾ നമുക്ക് ഇത് എടുക്കാം ഗൈസ്. ഇതും ഒരു 5-6 വട്ടം ഇളക്കിയിട്ടുള്ളതാണ്. പക്ഷേ സ്റ്റിൽ അതിന് പശയുണ്ട് ഗൈസ്. ഗൈസ്, ഇതാണ് ഞാൻ എന്നെങ്കിൽ ചേട്ടനോട് പറഞ്ഞതും ബ്ലാക്ക് തന്നെയായിരുന്നു. കാരണം ഇച്ചിരി ഒരു പ്രീമിയം ലുക്കൊക്കെ എനിക്ക് ബ്ലാക്കിനോടാണ്. ബ്ലാക്ക് ലവറാണ് ഞാൻ. പിന്നെയും തൊട്ട് നമ്മുടെ വ്ലോഗും കാര്യങ്ങളെല്ലാം ഇതിലായിരിക്കും. അപ്പോൾ ഗൈസ്, അപ്പം ഞാൻ ഇത്രയും നാളെ എൻ്റെ വ്ലോഗ് എടുത്തത് വേറൊരു ഐഫോണിലാണ്. ലാസ്റ്റത്തെ 3 വ്ലോഗാണ് ഞാൻ വിബിൻ്റെ ഫോണിലും, അതിന് മുമ്പത്തെ എല്ലാ വ്ലോഗും എൻ്റെ കസിൻ്റെ ഫോണിലുമാണ്. അത് ഞാൻ നിങ്ങളുടെ മുമ്പ് ഞാൻ കാണിച്ചു തരാം. ഇത് എൻ്റെ ലാസ്റ്റ് ആ ഐഫോണിലുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഞാൻ ആ ഫോൺ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇത്രയും നാൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന iPhone 13 Pro Max ആണ്. ഇത്രയും നാൾ ഞാൻ ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതെൻ്റെ കസിൻ്റെ ആണ്. അപ്പോൾ ഇതെനിക്ക് എന്നും വളരെ സ്പെഷ്യലായിരിക്കും. കാരണം വ്ലോഗെല്ലാം തുടങ്ങിയത് ഈ ഒരു ഫോണിലാണ്. അപ്പോൾ ഇനി തൊട്ട് നമ്മുടെ വ്ലോഗുകളെല്ലാം ഈ ഐഫോണിലായിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇനി എൻ്റെ ഐഫോണിലായിരിക്കും. എന്തായാലും നമുക്ക് ഇനിയും നേരെ നിങ്ങൾ വീഡിയോയുടെ ബാക്കി കാണുക. ബൈ. അപ്പോൾ ഗായ്സ്, അങ്ങനെ ഞങ്ങളാണെങ്കിൽ ഞാൻ റെഡി ആയിട്ട് വന്നു. അപ്പോൾ ആണെങ്കിൽ ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ പോവാണ്. 4:30 സമയം. അപ്പോൾ ബസ് ഇപ്പം ഞങ്ങളവിടെ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ യെസ് ഗൈസ്, അങ്ങനെ എനിക്കും ഒരു ഫോൺ അവസാനം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ബാഗ് എന്ന് പറഞ്ഞാൽ ഈ 3 ബാഗാണ് ഗൈസ് സെറ്റത്ത്. അപ്പോൾ ഇത് ലാപ്ടോപ്പ് ബാഗാണ്. വ്ലോഗ് ചെയ്യുമ്പോൾ എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബാഗ് ആവശ്യമാണ്. ചെറിയൊരു ട്രാവലിംഗ് ബാഗ്, ചെറുതല്ല, വലിയൊരു ട്രാവലിംഗ് ബാഗും ഒരു ചെറിയൊരു ബാഗും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ബാഗ്. അപ്പം നമ്മുടെ ജോലിന് 3 ബാഗുണ്ട്. 2 ബാഗാണ് ലിമിറ്റ് പറഞ്ഞത്. അവന് 3 ബാഗുണ്ട്. ലിമിറ്റ്ലെസ് 1, 2, 3. ഈ 3 ബാഗാണ് ജോലിൻ്റെത്. ആർ യു റെഡി? യെസ് ഗൈസ്, എന്തായാലും ഞങ്ങൾ സമയം കളയാതെ ഞങ്ങൾ വെളിലോട്ട് ഇറങ്ങട്ടെ. എന്നിട്ട് കാണാം ഗൈസ്. ടൈമില്ല. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ഹൈദരാബാദ് ഗൈസ്. 2 ബാഗാ, 3 ബാഗുണ്ടല്ലോ. മുർഷിക പിന്നെ കറക്റ്റ് എപ്പോഴും 2 ബാഗ്. കോളേജുകാർ പറയുന്നത് അതുപോലെ അച്ചട്ടായിട്ട് അനുസരിക്കുന്ന ഒരാളാണ് മുർഷിദ്. അതുകൊണ്ട് 2 ബാഗ് എന്ന് പറഞ്ഞാൽ 2 ബാഗ് അവൻ എടുക്കത്തുള്ളൂ. ഞങ്ങളാണെങ്കിൽ ഹൈദരാബാദിലോട്ട് പോവാണ്. സത്യം പറഞ്ഞത് അണ്ണന് കുറച്ച് നാണമൊക്കെ ഉണ്ട്. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഞങ്ങൾ ഇത്രയും പേരുണ്ട് ഹൈദരാബാദിലോട്ട് പോകാൻ ഗൈസ്.
സത്യം പറഞ്ഞാൽ ആക്ച്വലി ഞാൻ എന്നെങ്കിൽ ഇന്ത്യയുടെ കർണാടക വരെ മേലോട്ട് കർണാടക വരെ പോയിട്ടുള്ളൂ. കർണാടക വരെ ഞാൻ പോയിട്ടുള്ളൂ. ഇപ്പൊ ആദ്യമായിട്ടാണ് ഹൈദരാബാദ് വരെയൊക്കെ പോകുന്നത് ഗൈസ്. ഞങ്ങളല്ല ഞാൻ വിപിനെ ഫസ്റ്റ് ടൈം ആണോ ഹൈദരാബാദ് പോകുന്നത്? പ്രേമലിനകത്ത് നസ്ലിം പോയി രക്ഷപ്പെടുന്നിട്ട് ഞങ്ങളും പോവാണ് ഗൈസ് 6 മാസത്തെ പോസ്റ്റിങ്ങിന് വേണ്ടി. പോയി നീ അതുവഴി ഒരു രക്ഷപ്പെട്ടാലോ. ഹൈദരാബാദ് ഹിന്ദി വല്ലോ എന്നെങ്കിൽ ഉദറാവോ എന്നൊക്കെ പറയായിരുന്നു. ഹൈദരാബാദിൽ അന്ന് തെലുങ്ക് ആയതുകൊണ്ട് എനിക്ക് ഇതുവരെ എനിക്ക് അറിയത്തില്ല ഭാഷ. നിനക്കറിയോ തെലുങ്ക്? ചെപ്പു അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ വാക്കുകളാണ് ഇനി ഞങ്ങൾ പഠിക്കണം. ഇനിയും തെലുങ്കൊക്കെ അവിടെ പോയിട്ട്. എനിവേ എന്തായാലും ബസ്സിൽ കയറിട്ട് ഗൈസ് അവിടെ പിള്ളേരൊക്കെ റെഡിയായി നിൽക്കുന്നു. ഞങ്ങളുടെ നമ്മളെ യാത്ര അയക്കാനുള്ള പിള്ളേരെ അയക്കുന്നത്. ഞങ്ങളെ യാത്ര അയക്കാനായിട്ട് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ജൂനിയർ പിള്ളേർ വരെയൊക്കെ ഉണ്ട് ഞങ്ങളെ യാത്ര അയക്കാനായിട്ട്. നമസ്കാരം. 5 മണിക്ക് വിളിച്ചു വരുത്തിട്ട് ഇപ്പൊ സമയം എത്രയാണ്? 4 മണി. 4 മണിക്ക് വരണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ 4:30 ആയപ്പോ വിളിക്കും. എന്നിട്ട് 5 മണിയായിട്ട് ഇതൊരു ബസ് ഇവിടെ വന്നില്ല. അവസ്ഥ കാണിച്ചു. എന്തുകൊണ്ട്? അനാസ്ഥ. പാവം പിള്ളേര് കേട്ടോ. നിങ്ങൾ കുറെ നോക്കൂ എത്രത്തോളം പിള്ളേരാണ് ഇവിടെ വെറുതെ 5 മണി തൊട്ട് വെറുതെ വന്നിരിക്കുന്നത്. 4 മണിക്ക് വരാൻ പറഞ്ഞപ്പോ 4 മണിക്ക് തന്നെ 4 മണിക്ക് വരണം പറഞ്ഞിട്ട് പിള്ളേർ 4 മണിക്ക് ഇവിടെ വന്നിരിക്കും. സമയം 5 മണിയായി ഗൈസ്. നമ്മള് 4 മണിക്കല്ലല്ലോ വന്ന്. നമ്മൾ 4:30 വന്നു. ഞങ്ങൾക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് ഞങ്ങൾ 4:30 വന്നു. കുറച്ചും കൂടെ ബുദ്ധി കാണിക്കായിരുന്നു. എന്തായാലും ഞങ്ങൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ബസ് എത്തിച്ചേരുമെന്നാണ് ആരൊക്കെയോ പറഞ്ഞത്. സ്നേഹപ്രകടനം ഇതിനകത്തുനിന്ന് കാണിക്കോ? എടാ നിങ്ങളുണ്ട് എന്താ കൈ കാണുക? എതുക്കടാ കയ്യില് മൈലാഞ്ചി പോട്ടിருக்கு. എതുക്കടാ എന്താടാ ഇത്? പെരുന്നാളിന്റെ ഇട്ടാതോ പറ. അല്ലെങ്കിൽ പിള്ളേർ വിചാരിക്കും വേറെ എന്തിനും ഇട്ടാന്ന് പറ. പെരുന്നാളിന് ഇട്ടാതോ? ഞങ്ങൾ പോകുന്ന ബസ്സാണ്. അടിപൊളി ബസ്സാണെന്ന് തോന്നുന്നു. കോളേജിൽ നിന്നല്ല സ്ലീപ്പർ. കിടന്നു പോവാ, ഇരുന്ന് പോവാ, എങ്ങനെ വേണേലും പോവാം ഗൈസ്. കിടന്നാ ഇരുന്നാൽ എങ്ങനെ നമുക്ക് പോവാം. വലിയൊരു ബസ്. വിഷമമുണ്ടോടെ എന്നെ പിരിഞ്ഞു പോകുന്നത്? എന്തിന് ഗൈസ്? എബിനും വിപിനും വേറെ വേറെ ഹോസ്പിറ്റലാണ്. എബിന് ഇവിടെ എവിടെ ഉണ്ട്. എബിനെ അതാണ്. എബിൻ വരുന്നത് 6 മാസം കഴിഞ്ഞ് കാണാം. ഹലോ എന്താണടാ? ഞാൻ നീ സ്വസ്ഥമായിട്ട് വ്ളോഗ് എടുക്കുന്നുണ്ട്. 4 ബസ് പറഞ്ഞിട്ട് 3 ബസ്സേ കഴിച്ച് വന്നിട്ടുള്ളൂ. ഈ ഒരു ബസ് കൂടെ വരാറുണ്ട് ഇവിടെ. ഇതേ കൊള്ളാത്തുള്ളൂ. ഇത് കിട്ടുന്നവർക്ക് നല്ല സുഖമുണ്ട് ഈ ബസ് കിട്ടുന്നത്. ഈ വീഡിയോ കാണുന്നവരൊന്നുമല്ല. ഈ ബസ് അത്രയും വിൽക്കുന്നില്ല. ഇതിന് 3 അപേക്ഷിച്ച് ഇത് കൊച്ചു നല്ല 3 6 മാസം കഴിഞ്ഞേ കാണാൻ പറ്റത്തുള്ളൂ ഗൈസ്. പോട്ടെ. വലിയൊരു നേഴ്സൊക്കെ ആയിട്ട് കേട്ടോ. 6 മാസമായിട്ട്. എടാ നമ്മുടെ ഗൈസ് അപ്പൊ ഞങ്ങളുടെ ബസ് ഞങ്ങൾ കയറാൻ പോകണേ. പോവാ. പിന്നെ ഉറപ്പായിട്ട് ഗൈസ് ബസ്സിൽ കയറാൻ പറഞ്ഞു. തോന്നുന്നുണ്ട് ഞങ്ങൾക്ക് TV ഉണ്ട് ഗൈസ്. ആടുന്ന TV വർക്കിംഗ് അല്ലെന്ന് തോന്നണ. തിരിച്ചു കയറ്റിയിടാൻ പറ്റൂ? തിരിച്ചു കയറ്റിയിടാൻ പറ്റും. അണ്ണാ ഡിന്നർ അപ്പൊ ഗൈസ് അങ്ങനെ നമ്മൾ 1.5 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം ബസ് ഹൈദരാബാദിലോട്ട് പോകാൻ വേണ്ടി എടുത്തിരിക്കുകയാണ്. ഞങ്ങൾ 1.5 മണിക്കൂർ പോസ്റ്റ് ആയിരുന്നു ഗൈസ് വണ്ടിക്കകത്തിരുന്നു. അപ്പം എന്തായാലും അവസാനം ഡ്രൈവർ ചേട്ടൻ വന്നിട്ട് വണ്ടി എടുക്കാൻ പോവാണ്. അപ്പം ഹൈദരാബാദിൽ നിന്നിട്ട് കാണാം ഗൈസ്. ഇപ്പൊ സമയം ഒരു 11 മണിയായി. ഞങ്ങൾ ഒരു അത്താഴം കഴിക്കാനായിട്ട് ഒരു ഹോട്ടൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു ധാബയിൽ നിർത്തിയിരിക്കുന്നത്. പിള്ളേരൊക്കെ പുറത്തൊക്കെ അവിടെ ഇവിടെ ഫുൾ ഹൗസ്ഫുള്ളായി ഹോട്ടല്. ഉള്ള സ്ഥലത്ത് ഞങ്ങൾ കയറിയിരിക്കുകയാണ്. പറങ്ങാണ്ടി വാറ്റുണ്ട് ഇവിടെ. എങ്ങോട്ടാണ്? ഫുഡ് ശരിയല്ല. നമുക്ക് വെളിയിൽ തട്ടുകടയിൽ പോയി നല്ല ദോശയും ചമ്മന്തി. ഗുഡ് ഐഡിയ. നമ്മൾ റോഡ് സൈഡ് തട്ടുകടയിൽ വന്നിരിക്കുകയാണ്. തട്ടുകടയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ചപ്പാത്തിയും ഓംലെറ്റും കഴിക്കാനുള്ള പരിപാടിയാണ് ഗായ്സ്. എടാ ഒരു കോള എനിക്കും കൂടി. ഇതാണ് നമ്മുടെ ചപ്പാത്തി
കർണാടക സ്പെഷ്യൽ ചപ്പാത്തി വിത്ത് ഡ്രിങ്ക്സ്. അവിടെ കുറെ പിള്ളേരൊക്കെ കഴിക്കാനൊക്കെ കയറി. ഞങ്ങളപ്പോൾ നൈസിന് തട്ടുകടയിലോട്ട് എന്തോ ഭംഗിയിലേക്ക് ഇരിക്കുമ്പോഴാണ് വീട്ടിൽ ഇത് എടുക്കുന്നുണ്ട്. ഓ വലിയ ആറ്റിറ്റ്യൂഡൊന്നും വേണ്ട കേട്ടോ കഴിക്കുന്നതിന്. നിങ്ങൾക്ക് അറിയോ സത്യം? എന്താണ്? നല്ല അടിപൊളി ഫുഡ് ഉണ്ടായിട്ട് നീ വീഡിയോ എടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ഫുഡ് ഉണ്ടായിട്ട് എന്നെ ഈ ഓണൊക്കെ ചപ്പാത്തി വേപ്പിച്ചു. നോയൽ അവൾ ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണ് ഞാനിവിടെ കഴിക്കാതെ പറഞ്ഞിട്ട്. ഈ സംഭവം എന്താണെന്നറിയാം, അവിടെ കുറച്ച് റേറ്റ്, ഞങ്ങൾ കയറിയ ഹോട്ടലിൽ കുറച്ച് റേറ്റ് കൂടുതലായതുകൊണ്ട് തട്ടുകട വന്നിട്ട് കഴിക്കാതെ പറഞ്ഞു. ഇവിടെ തട്ടുകട ഒരാൾ കഴിച്ചു 145 രൂപ കേസ്. അത്രയും പൈസ ആകില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ ഹോട്ടലിൽ ഇവിടെ തട്ടുകട കയറിയാണ്. പക്ഷെ ഞങ്ങളെ പറ്റി. ഇപ്പോൾ കേസ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഈ നേരെ ഹൈദരാബാദിലോട്ട് പോവാണ്. അപ്പോൾ ഒരു നല്ലൊരു ഉറക്കം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഹൈദരാബാദ് എത്തും. അപ്പോൾ രാവിലെ കാണാം ഗൈസ്. ബൈ. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ നമ്മളെന്തെങ്കിൽ ഹൈദരാബാദ് ടൗണിലേക്ക് കടന്നിരിക്കുകയാണ്. ഞങ്ങൾ സിറ്റിയിലേക്ക് കയറിയിരിക്കുന്നു. ഞങ്ങളപ്പോൾ രാവിലെ ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാതെ വെച്ച് ഗൈസ്. ഇപ്പോൾ രാവിലെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ടൊക്കെ എവിടെയോ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് ഞങ്ങളെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നെങ്കിൽ ചായ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോകാതെ വിചാരിച്ചു. പിന്നെ ഞങ്ങൾ ആകെ ഉള്ളൊരു സമാധാനം നേരത്തെ എത്ര ക്ലാസ് വരെടാ? എത്ര ക്ലാസ് വരെ? മലയാളത്തിൽ 3ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ ഹൈദരാബാദ് പഠിച്ചോട്ട് ഒരു വിഷയമില്ല. അവന് ഈ ഹൈദരാബാദ് തെലുങ്കൊക്കെ അറിയാം. അതാണ് ഞങ്ങളുടെ ഒരു സമാധാനം. അപ്പോൾ ഗൈസ് എന്തായാലും ചായ പിടിച്ചിട്ട് വരാം. ഗുഡ് മോർണിംഗ് ഗൈസ്. പിന്നെ ഹൈദരാബാദ് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വന്നപ്പോൾ തൊട്ടൊരു തമിഴ്നാട് ഫീലുണ്ട് ഗൈസ് ഇവിടെ. എന്തായാലും ഞങ്ങൾ കയറിയതേ ഉള്ളൂ. ഇനി അകത്തോട്ട് ഇനിയും പോകാനുണ്ടെന്നാണ് പറഞ്ഞത്. സിറ്റിക്കകത്തോട്ട് കയറിയതേ ഉള്ളൂ. ഇനിയും ഒരു 1/4 മണിക്കൂറുണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട്. എന്തായാലും അവിടെ ചെന്നിട്ട് നോക്കാം ഇനി ഇങ്ങനത്തെ സ്ഥലമാണെന്നൊക്കെ ഗൈസ്. നീ വിറക്കി വെക്ക്, ഞാൻ വീഡിയോ എടുക്കാം. പെട്ടെന്നുണ്ടെന്നിട്ട് 6 ബാഗിൽ നിന്നാണ് പാറ്റയൊക്കെ ഇറങ്ങി വരുന്നത്. ഓ ഞാൻ സഹായിക്കണ്ടല്ലേ. ആ സാധന, വെൽക്കം ടു ഹൈദരാബാദ്. ഗൈസ് ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ എത്തിയിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാലും ഞങ്ങൾ വേണ്ടി ഇപ്പോൾ ഏതോ ഒരു പട്ടിക്കാട്ടി കൊണ്ട് ഞങ്ങൾ ഇട്ടിരിക്കുകയാണ്. റൂമും കാര്യങ്ങളൊന്നും ഇല്ലെന്നൊക്കെ പറയുന്നത്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. അവിടെ കയറി തന്നെ അടുത്തത്. പിന്നെ ബാക്കി പിള്ളേർ അമ്മമാരൊക്കെ വരുന്നുണ്ട്. അമ്മമാർ ആംബുലൻസിലാണ് ഞങ്ങളുടെ സാധനങ്ങളും കൊണ്ട് വരുന്നത്. അത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ആംബുലൻസിൽ കൊണ്ടുവരും. എന്തായാലും ഞങ്ങളിപ്പോൾ ഇവിടെ പെമ്പിള്ളേരെല്ലാവരും റൂമിലോട്ടൊക്കെ പോയി. ഇനി ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ബാക്കി അമ്മമാർ ഇനി ആംബുലൻസ് നോക്കിയിട്ട് വരാം. ഞങ്ങൾ റൂമൊക്കെ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ എന്തായാലും റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ദിവസം അമ്മമാരൊക്കെ ഓൺ ദ വേ ആണ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആംബുലൻസ് ഞങ്ങളുടെ ലഗേജുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ total 6 members. No one can stay all the 4 members in one room only. Other people also will be there. Other also will. we need for No. 4 members. 2 beds are empty. You can go in. That's it. ഗൈസ് ഞങ്ങൾ നല്ല രീതിയിൽ ട്രാപ്പായിട്ടുണ്ട്. ഞങ്ങൾ റൂമൊക്കെ പോയി കണ്ടു. പക്ഷേ എന്നെങ്കിൽ ഞങ്ങളെന്തെങ്കിൽ എല്ലാവരും ഞങ്ങളിപ്പോൾ 6-7 പേരാണെങ്കിൽ എല്ലാവരും പല റൂമിൽ നിൽക്കണം. ബാക്കിയുള്ള ബംഗാളിസും അവരൊക്കെയാണ് മറ്റു സ്റ്റാഫുകളാണ് മറ്റു റൂമുകളിലൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അവർക്ക് ആദ്യം കണ്ടപ്പോഴേക്കും അവർക്ക് എന്തോ ഒരു ഇതുപോലെ. ഞങ്ങൾക്കും സത്യം പറഞ്ഞാൽ താല്പര്യമില്ല ഗൈസ് അവരോടൊപ്പം നിൽക്കാൻ. അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ്. പിന്നെ ചെറിയ റൂമാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് പുറത്ത് എവിടെയെങ്കിലും ഒരു റൂം എടുക്കണമെന്നാണ്. ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല ഗൈസ്. എന്തായാലും നോക്കണം. കാരണം എന്തായാലും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാണ് ഗൈസ്. ഞങ്ങളുടെ ലഗേജും കൊണ്ട് ആംബുലൻസിൽ വന്നു. ആംബുലൻസ് ഞങ്ങളുടെ ലഗേജ് കൊണ്ട് എത്തി പിള്ളേർ. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഞാൻ ലാസ്റ്റ് വ്ളോഗ് നിർത്തിയതെന്ന് വെച്ചാൽ നമ്മുടെ റൂമിൽ കയറുന്ന വ്ളോഗ് വരെയായിരുന്നു ഞാൻ ലാസ്റ്റ് ഇട്ടത് ഗൈസ്. അത് കഴിഞ്ഞ് എൻ്റെ ഫുൾ മൂഡ് പോയെന്ന് തന്നെ പറയാം. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ആ റൂം കണ്ടപ്പോൾ എല്ലാവരും ഞങ്ങൾ 5-6 പേരുണ്ട്. 6 ബോയ്സിൻ്റെയും മൂഡ് ഫുള്ള് പോയി. കാരണം ഭയങ്കര ഒരു ഇടുങ്ങിയ ഒരു റൂമായിപ്പോയി ഗൈസ്. അത് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ഒരു പന്ന റൂമാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ വന്ന് കയറിയത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അന്നെങ്കിൽ അതിനുശേഷം പിന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ പോയി. ഞങ്ങൾ അന്നെങ്കിൽ പിള്ളേരെല്ലാവരും ഇവിടെ ഹോസ്പിറ്റലിൽ 12 മണിയൊക്കെ ആയപ്പോൾ കൊണ്ടുപോയി. 12-1 മണിക്ക് കണ്ട് ഉച്ചയ്ക്ക് കൊണ്ടുപോയി. പിന്നെ അവിടുത്തെ ഓറിയൻറ്റേഷൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് 4 മണിയായപ്പോൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞെങ്കിലും പിന്നീടാണെങ്കിൽ ഞങ്ങൾ റൂം തപ്പി ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. റൂമെല്ലാം തപ്പി ഒരു 8 മണി വരെ ഞങ്ങൾ റൂം തപ്പി നടക്കുമായിരുന്നു. അവസാനം റൂം ശരിയായപ്പോൾ കോളേജിൻ്റെ സൈഡിൽ നിന്ന് പറഞ്ഞു റൂം പുറത്തെടുക്കാൻ പറ്റത്തില്ല, ഇവിടെ ഹോസ്റ്റലിൽ തന്നെ നിൽക്കണമെന്ന്. അങ്ങനെ ഫുൾ ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ഫുൾ ഞങ്ങളുടെ പോയിന്ന് തന്നെ പറയാം. ഒരു
ഫുൾ മൂഡ് ഓഫ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് വ്ലോഗ് എടുക്കാനും ഒരു മൂഡില്ലായിരുന്നു ഗൈസ്. എന്തായാലും ഇനി എന്ത് ചെയ്യാൻ പറ്റും, തലയെഴുത്ത് ഇതാണ്, ഇവിടെയാണ് നിൽക്കേണ്ടത്. അങ്ങനെ തിരിച്ച് ഹോസ്റ്റലിൽ എത്തി. അപ്പോൾ തലയെഴുത്ത് ഇതാണെങ്കിൽ ഇവിടെ തന്നെ എന്നാലേ ഒക്കത്തുള്ളൂ. ഇപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനി എന്തെങ്കിലും മുമ്പോട്ട് ഇനിയും വ്ലോഗൊക്കെ എങ്ങനെയാണ്. കാരണം ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ഇന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വ്ലോഗ് എടുക്കാൻ ഒരു ടൈം കിട്ടില്ല എന്ന്. എന്തായാലും ഞാൻ മാക്സിമം എന്തായാലും ഞാൻ ടൈം കിട്ടുന്നതനുസരിച്ച് ഞാൻ വ്ലോഗ് എടുക്കുന്നതായിരിക്കും. എന്തായാലും അത്രയും നാൾ ബ്രേക്ക് എന്തായാലും ഇടയ്ക്ക് ഒരു ചെറിയ ബ്രേക്ക് വരും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന വരെ ബൈ.